അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ഭാഗമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല 3 എന്ന പേരിൽ വനിതാ സ്വയരക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുണ്യമാസമാണ്. ഇരിക്കുന്നതിൽ പകുതി പേരും ഭക്ഷണം വെള്ളം ഇല്ലാതെ എന്നുള്ള ഫാക്ട് കൂടി മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എത്രത്തോളം ആഴത്തിൽ അക്സെപ്റ്റൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യം നമ്മൾ വിഷ്വൽസിൽ കണ്ടു, അല്ലാതെ തന്നെ മലപ്പുറത്തെ WSDTയുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 5 വയസ്സേറിയായിട്ടുള്ളൊരു മകൾ, എൻ്റെ മകളുടെ പിറന്നാൾ മാർച്ച് 8 വനിതാ ദിനത്തിന് ഞാൻ എൻ്റെ മകൾ ഉണ്ടാക്കുന്നത്. 5 പിറന്നാൾ 2 ദിവസം ലീവായിരുന്നു. ഞാൻ ഇന്നാണ് രാവിലെ തിരിച്ചെത്തിയത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രതീക്ഷ തരുന്ന, വളരെയധികം പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് ഈ കൂട്ടം, ഈ ക്രൗഡ്. ഇത് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നീഡ് ഓഫ് ദ ആർ. അതൊരു ലൈഫ് സ്കില്ലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ വിഭാഗം, ഒരു ജനറേഷണൽ ഷിഫ്റ്റ് അതിനകത്ത് കാണാൻ പറ്റുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ് പഴകി ക്ലീശയായ അബല വിധേയ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് പവർഫുൾ വിമൻ എന്നുള്ള ഒരു യുഗത്തിലേക്കാണ് പോകുന്നത്. അതിന് കൂടുതൽ എന്താണ് പറയുക, അതിന് വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം വിശേഷിപ്പിക്കുക അല്ല ഒരു സമൂഹം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള പോലീസ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത്. അത് വളരെ 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 പോസിറ്റീവാണ്. ഒത്തിരി ന്യൂസ് റിപ്പോർട്ട്സ് ഈ രീതിയിലും ഡിഫൻസ് സൈഡിനകത്താണെങ്കിലും എസ്കേപ്പ് ചെയ്യുന്ന സൈഡിനകത്താണെങ്കിലും ഒരു മടിയുമില്ലാതെ തോണ്ടുന്നവനെയും തൊള്ളുന്നവനെയും തിരിച്ച് മുഖത്തടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുത്ത ഒരു തലമുറയുടെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. ഒരു ലോകം തന്നെ മാതൃകയാക്കാവുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നിങ്ങനെ ഒരു വാക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യും. നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പുറകിലോട്ട് നോക്കിയാൽ ഒരുപാട് പേർക്ക് സീറ്റ് കിട്ടാതിരിക്കുകയാണ്. അത്രയും തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു നിബിഡമായിട്ടുള്ള ഒരു സ്റ്റേജിൽ എൻ്റെ ടീം വുഡ് ബി പെർഫോമിങ്, വുഡ് ബി ടീച്ചിങ് യു. അഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ ടൈം അഫെയർ അല്ല. ദിസ് നീഡ്സ് പ്രഷർ. അഡീഷണൽ SP ഫിറോസ് ഷഫീഖ് അധ്യക്ഷനായി. കേരള പോലീസിൻ്റെ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി എന്നുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളരെ വിജയകരമായി വർഷങ്ങളായി ഇത് നടന്നു പോരുകയാണ്. ഏകദേശം 75,000 സ്ത്രീകൾക്ക് മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതിരോധ പരിശീലനം നൽകിക്കഴിഞ്ഞു. ഈ വർഷം തന്നെ നമ്മൾ 5000-ലധികം സ്ത്രീകൾക്ക് ഇവിടെ പരിശീലനം നൽകി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടെ പ്രത്യേകിച്ച് എഴുത്തുകാരി CH മാരിയത്ത്, വനിതാ സംരക്ഷണ ഓഫീസർ ശ്രുതി, സെന്റ് ജോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അമല ജോർജ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റശ്ശേരി, കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജർ പ്രീത വാര്യർ, വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർ വിജയകുമാരി, ഫിറ്റ്നസ് കോച്ച് സുധ, നാഷണൽ ഷൂട്ടിംഗ് താരം അറഫ ഷെറിൻ, LSGD അസിസ്റ്റന്റ് ഓഫീസർ ഫത്തീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോട്ടക്കൽ ആര്യവൈദ്യശാല ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM മധു, JJB മെമ്പർ ഷജേഷ് ഭാസ്കർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ADNO സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു. K. വത്സല, സോണിയ മേബിൾ, സിനിമോൾ എന്നിവർ പരിശീലനം നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.